പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. പുതുതായി അഡ്മിഷൻ നേടിയവർക്ക് +1 ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നമ്മളൊരു പ്രധാനപ്പെട്ട 3 പാഠങ്ങൾ പഠിച്ചു. പുതുതായി അഡ്മിഷൻ നേടിയ ഹിന്ദി കുട്ടികൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞുപോയ ക്ലാസ് എടുത്ത് തരും. അതിൻ്റെ നോട്ട്സ് ഓഫീസിലുണ്ട്. അഡ്മിഷൻ നേടുന്ന മുറയ്ക്ക് ആ നോട്ട്സ് വന്ന് വാങ്ങിക്കൊള്ളണം. പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ പുതുതായിട്ട് അഡ്മിഷനായ കുട്ടികളെ ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഹിന്ദി ക്ലാസ്സിലേക്ക് കടക്കുന്നു. നമ്മൾ ആദ്യം പഠിച്ച പാഠം ഒരു ലഘുകഥ അനുതാപ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് ഒരു കവിത പഠിച്ചു, വളരെ പ്രധാനമാണ്. മധു ഋതു കവിത പഠിച്ചു. നമ്മൾ മറന്നു പോവരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു 12 മാർക്കിന് പബ്ലിക് എക്സാമിനേഷന് ചോദിക്കും. നിങ്ങൾക്കെല്ലാവർക്കും പുതുതായിട്ട് വന്നവരെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ നെടുമങ്ങാട് താലൂക്കിൽ ഏറ്റവും കൂടുതൽ ഹിന്ദിക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചത് ടാലൻറ്റിലെ കുട്ടികൾ തന്നെയാണ്. 100 മാർക്കും +1 വാങ്ങിച്ചവരുണ്ട്. ഇപ്പോൾ +2 കടന്നിരിക്കുന്നവർ. അതുപോലെ തന്നെ +2 റിസൾട്ട് വന്നപ്പോഴേക്കും ഹിന്ദിക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചത് നമ്മുടെ ഹിന്ദി കുട്ടികൾ തന്നെയാണ്, നമ്മുടെ ടാലൻറ്റിലെ കുട്ടികൾ തന്നെയാണ്. മറന്നു പോവരുത്. അത് തന്നെയാണ് ടാലൻറ്റിൻ്റെ ഒരു പ്രത്യേകതയും. പ്രത്യേകിച്ച് വെള്ളനാട് സ്കൂളിൽ നിന്നൊക്കെ വന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളണം. വളരെ ഭംഗിയായിട്ട് വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ നോക്കിയിരുന്നോളണം. ഇവിടെ രണ്ടാമത്തെ പാഠം നമ്മൾ പഠിച്ചു, മധു ഋതു, വളരെ പ്രധാനപ്പെട്ടത്. മൂന്നാമത്തത് യഹ് ഹമാര അധികാർ ഹെ. അതിനെ വേണമെങ്കിൽ നമുക്കൊരല്പം ഒഴിവാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട പാഠം ജുലൂസ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. ജുലൂസ് എന്ന് പറയുന്നൊരു പാഠഭാഗമാണ്. ഇത്രയും നാം പഠിച്ച് കഴിഞ്ഞു. പുതുതായിട്ട് വന്നവർക്കും പഴയ കുട്ടികൾക്കും വേണ്ടി ഞാൻ ഇന്നൊരു പുതിയ പാഠഭാഗത്തിലേക്ക് കടക്കുന്നു. അതായത് സ്കൂൾ ഓപ്പൺ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയുടെ ആ തുടക്കത്തിലുള്ളൊരു പാഠമാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്. അതായത് ആ ഇക്കായി ദോ എന്നാണ് പറയുന്നത്. പുസ്തകമുള്ളവരിടത്ത് വെച്ചോളണം. അതിലൊരു കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കവിത, വളരെ പ്രധാനപ്പെട്ടൊരു കവിതയാണ്. ആ കവിതയിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. ഇക്കായി ദോയിൽ ഒരു കവിതയിലേക്ക് നമ്മൾ കടക്കുന്നു. പുസ്തകമുള്ളവർ പേജ് നമ്പർ 34 എടുത്തോ എല്ലാവരും. പേജ് നമ്പർ 34 വളരെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കവിത. ദോഹ എന്നാണ് കവിതയുടെ പേര്. ദോഹ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഈരടി എന്ന് വിളിക്കാം. ദോഹ എന്ന് പറഞ്ഞാൽ എന്തോന്ന്? ഈരടി. ഞാൻ പറഞ്ഞുതരാം, പതുക്കെ ശ്രദ്ധിച്ചിരുന്നോളണം. ദോഹ എഴുതിയത് കബീർദാസിൻ്റെ ദോഹയാണ് നമ്മൾ പഠിക്കുന്നത്. ആരാണ് കബീർദാസ്? എന്താണ് കബീർദാസിൻ്റെ സൃഷ്ടികൾ? കബീർദാസ് ഏത് സാഹിത്യ ശാഖയിലാണ് വന്നത്? അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നോട്ട്ബുക്കുകൾ അടുത്ത് വച്ചോളണം. ഒരു പേനയോ പെൻസിലോ കയ്യിൽ വെച്ചോളണം. അതിൽ ഞാൻ പറയുന്നു കബീർദാസിൻ്റെ കാലഘട്ടം. ഹിന്ദി സാഹിത്യത്തിലെ കാലവിഭാജനം എന്നാണ് അതിനെ പറയുന്നത്. എഴുതിയ ഹിന്ദി സാഹിത്യത്തിലെ കാലവിഭാജൻ ഹിന്ദി സാഹിത്യക്ക. ബോർഡില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ഹിന്ദി സാഹിത്യക്ക കാലവിഭാജൻ. എന്തോന്ന്? ഹിന്ദി സാഹിത്യക്ക കാലവിഭാജൻ എന്ന് എഴുതിയല്ലോ. ഈ വിഭാജനം എഴുതിയിട്ട് അതിനെ 4 നമ്മൾ ഭാഗിക്കണം. താഴോട്ട് ആരോ ഇട്ട് വരണം. വിഭാജൻ. ഹെഡിങ് എന്തോന്ന്? ഹിന്ദി സാഹിത്യക്ക വിഭാജൻ. എഴുതിയ ഹിന്ദി സാഹിത്യക്ക വിഭാജൻ. എഴുതിയൊരു പറയണം, എഴുതിയെന്ന് പറയണം, യെസ് എന്ന് പറഞ്ഞാൽ മതി. ഹിന്ദി സാഹിത്യക്ക വിഭാജൻ. ഹിന്ദി സാഹിത്യക്ക വിഭാജൻ. ഇനി അതിനെ
താഴോട്ട് 4 ആരോ കൊടുക്കണം. അപ്പോൾ അത് ആ 4 ആരോ ഇടാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനത്തെ 4 തിരിച്ചിട്ടുണ്ട്. അതാണ് 4 ആരോ താഴോട്ട് ഇടാൻ പറഞ്ഞത്. മനസ്സിലായ? ഹിന്ദി സാഹിത്യക്കാ കാലവിഭാജൻ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 4 തിരിച്ചിട്ടുണ്ട്. കേൾക്കാമോ? പറയുന്നതൊക്കെ കേൾക്കാമല്ലോ. ഹിന്ദി സാഹിത്യക്കാ കാലവിഭാജൻ 4 തിരിച്ചിട്ടുണ്ട്. ഇത്രയും അറിയാമല്ലോ. ഹിന്ദി സാഹിത്യക്കാ കാൽ വിഭാജൻ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 4 തിരിച്ചിട്ടുണ്ട്. 4 തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാലവിഭാജൻ ആദികാൽ. ആ ആദ്യത്തെ ആരോയുടെ അടിയിൽ ആദികാൽ എന്നെഴുതണം. ഹിന്ദിയിൽ എഴുതണം ആദികാൽ. ഹിന്ദിയിൽ എന്തെഴുതും നിങ്ങൾ? ആദികാൽ എഴുതിയോ? സ്പീഡ് കൂടി പോകണമെങ്കിൽ പറയണം ആദികാൽ. ഹിന്ദി സാഹിത്യത്തെ കാലവിഭാജനം എത്രയായിട്ട്? 4. എത്രയായിട്ട്? 4. ഒന്നാമത്തത് ആദികാൽ. ആദ്യത്തെ ആരോയുടെ അടിയിൽ ആദികാൽ. ആദികാൽ എഴുതിയോ? ആദികാൽ. ഇനി അതിൻ്റെ സമയസീമ, അതായത് കാലഘട്ടം 1050 മുതൽ 1375 വരെ അതുകൂടെ എഴുതണം. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദ്യകാലം എപ്പോഴാണ് തുടങ്ങിയത്? 1050 ടു 1375 വരെ. അതാണ് ഹിന്ദി സാഹിത്യത്തിലെ കാലവിഭാജനത്തിലെ ആദ്യത്തെ കാലഘട്ടം. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 4 തിരിച്ചിട്ടുണ്ട്. നമ്മൾ 4 ആരോ താഴെ കൊടുത്തു. സ്ഥലം വിട്ട് വേണം കൊടുക്കാൻ. അതിൽ ഒന്നാമത്തെ ആരോയുടെ അടിയിൽ നമ്മൾ എന്തെഴുതി? ആദികാൽ. ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം ആദികാൽ. ഈ ആദികാലത്തിന് മറ്റൊരു പേര് കൂടെയുണ്ട്. ചിലപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർമാർ മറ്റൊരു പേരൂടെ പറഞ്ഞു തരും, വീരഗാഥാകാൽ. ആദികാലത്തിൻ്റെ മറ്റൊരു പേരെന്തോന്ന്? വീരഗാഥാകാൽ. വീരഗാഥാകാൽ. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനത്തെ എത്രയായിട്ട് തിരിച്ചു? 4. ഒന്നാമത്തേത് ആദികാൽ. എപ്പോൾ തുടങ്ങി? 1050 മുതൽ 1375 വരെ. 1050 മുതൽ 1375 വരെ കുറിച്ചോ? ഈ ഹിന്ദി സാഹിത്യത്തിലെ ആദികാലത്തെ മറ്റൊരു പേരെന്തോന്ന്? വീരഗാഥാകാൽ. എന്തോന്ന്? വീരഗാഥാകാൽ. ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്നെഴുതും നിങ്ങൾ? എവിടെയെങ്കിലും നിങ്ങളൊരു മത്സരത്തിന് പോകുന്നു, ഹിന്ദി ദിവസം പ്രമാണിച്ച് മത്സരമൊക്കെ കഴിഞ്ഞു, അതൊന്നും നമുക്ക് പങ്കെടുക്കാൻ എന്തായിരുന്നാലും നമുക്ക് സാധിച്ചില്ല. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ്. ആ ദിവസ് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇതുപോലെ ഏതെങ്കിലും ഒരു മത്സരത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം ചോദിക്കാം, ഹിന്ദി സാഹിത്യത്തെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം എങ്ങനെ? എത്രയായിട്ടാണ്? 4. ഒന്നാമത്തേത് ആദികാൽ. എപ്പോൾ തുടങ്ങി? 1050 മുതൽ 1375 വരെ. ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദികാലത്തിൻ്റെ മറ്റൊരു പേരെന്തോന്ന്? വീരഗാഥാകാൽ. മനസ്സിലായ? സംശയമുണ്ടാ? കുറിച്ച് വെച്ച സ്പീഡ് കൂടിപ്പോണെങ്കിൽ ന്യൂസ് പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ എടുത്തോളാം, കുഴപ്പമില്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടാലൻറ്റിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒരു ക്ലാസ്സും കുഴപ്പമില്ല. ഞാൻ ഹിന്ദിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്. 48 പിള്ളേരാണ് ഫിസിക്സിന് ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ളത്, മറന്നു പോകരുത്. അത് ടാലൻറ്റിൻ്റെ പ്രത്യേകതയാണ്. എടുത്തു തരും, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ജുലൂസ് പഠിക്കണം. എന്തായിരുന്നാലും ആ ശ്രദ്ധിച്ചിരുന്ന കുട്ടിയെ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ആ കുട്ടിക്ക് എന്തായിരുന്നാലും അത് ചോദിക്കാനൊരു സന്മനസ് വന്ന് ആ കുട്ടിയെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച കുട്ടി ഇതുപോലെ ആയിരിക്കണം. പഠിപ്പിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ പറയേണ്ടതും അറിയിക്കേണ്ടതും നോക്കിക്കോളി. അത് ഞാൻ എടുത്തോളാം. അതെനിക്ക് പറ്റിയ വീഴ്ചയാണ്. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം എത്രയായിട്ട് തിരിക്കാം? നമുക്ക് 4 തിരിക്കാം. ഒന്നാമത്തേത് ആദികാൽ. ആദികാലം എപ്പോൾ തുടങ്ങുന്നു? 1050 മുതൽ 1375 വരെ. 1050 മുതൽ
1375 വരെ. മനസ്സിലായ? 1050 മുതൽ 1375 വരെ. 2. അതിൻ്റെ മറ്റൊരു പേരെന്തോന്ന്? വീരഗാഥാകാൽ. ഒരു പക്ഷേ ഞാൻ ആ ജുലൂസ് എന്ന് പറയുന്ന പാഠഭാഗം വിടാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? പുതിയതായി അഡ്മിഷനായ കുട്ടികൾക്ക് ജുലൂസ് എന്ന് പറയുന്ന പാഠഭാഗം പഠിപ്പിച്ചാൽ ഒരല്പ മനസ്സിലാക്കാനുള്ള താമസം നേരിടും. അപ്പോൾ പുതിയ പിള്ളേർ പറയും ഹിന്ദി സാറിൻ്റെ ക്ലാസ് മോശമാണെന്ന്. ഞാനും അല്പമൊന്ന് നിങ്ങളെ കടത്തി വെട്ടിയെന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. അതുകൊണ്ടാണ് ആ ജുലൂസ് എന്ന് പറയുന്ന പാഠഭാഗം ഒരുപക്ഷെ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളതും. അതൊരു കട്ടിയുള്ള പാഠഭാഗമാണ്. അത് ഒരുപാട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. പുതിയ കുട്ടികൾക്ക് എൻ്റെ രീതി മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്ലാസ് കഴിയണം. അതൊക്കെ പോട്ട്. എന്തായിരുന്നാലും ഹിന്ദി സാഹിത്യക്ക കാലവിഭാജനം എത്ര കാലം? 4 കാലം കുറിച്ചല്ലോ. ഒന്നാമത്തേത് ആദികാൽ. എപ്പോൾ തുടങ്ങി? 1050 to 1375 വരെ. 1050 to 1375 വരെ. ഇതിൻ്റെ ദൂസരാനാമേത്? വീരഗാഥാകാൽ. മനസ്സിലായ? രണ്ടാമത്തെ കാലഘട്ടം, രണ്ടാമത്തെ ആരോയുടെ താഴെ നിങ്ങൾ എഴുതണം ഭക്തികാൽ. എന്തോന്ന്? ഭക്തികാൽ. അപ്പം രണ്ടാമത്തെ കാലഘട്ടം ഏത്? ഭക്തികാൽ. ഒന്നാമത്തത് വീരഗാഥാകാലമെങ്കിൽ അല്ലെങ്കിൽ ആദികാലമെങ്കിൽ രണ്ടാമത്തേത് ഭക്തികാൽ. ഭക്തികാൽ എപ്പോൾ തുടങ്ങി? 1375 മുതൽ 1700 വരെ. മനസ്സിലായ? ഒന്നിൻ്റെ അന്ത്യം മറ്റൊന്നിൻ്റെ തുടക്കം. 1050 തുടങ്ങി 1375 ഒരു കാലഘട്ടം അവസാനിച്ചു. കാലഘട്ടത്തെ നമുക്ക് എന്തോന്ന് വിളിക്കാം? വീരഗാഥാകാൽ അല്ലെങ്കിൽ ആദികാൽ. അത് കഴിഞ്ഞിട്ട് 1375 മുതൽ 1700 വരെ ഒരു കാലഘട്ടം വന്നു. എന്താണ് ആ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത്? ഭക്തികാൽ. എന്തോന്ന്? ഭക്തികാൽ. കുറിച്ച് ഭക്തികാൽ. ഭക്തികാൽ. ഈ ഭക്തികാലത്തെ രണ്ടായിട്ട് തിരിച്ചു, നിർഗുണഭക്തിയും സഗുണഭക്തിയും. അപ്പോൾ ഭക്തി കാലഘട്ടത്തെ എത്രയായിട്ട് തിരിച്ചു? നിർഗുണഭക്തി, സഗുണഭക്തി. അതുകൂടെ കുറിച്ചോളണം. ഹിന്ദി സാഹിത്യത്തിലെ രണ്ടാമത്തെ കാലഘട്ടമായ ഭക്തികാൽ. ഭക്തികാൽ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് സഗുണഭക്തി, ഒന്ന് സഗുണഭക്തി, 2 നിർഗുണഭക്തി. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാം. അല്ലെങ്കിൽ ഒന്ന് നിർഗുണഭക്തി അല്ലെങ്കിൽ അതിനെ സഗുണഭക്തി എഴുതിയാം. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം നോട്ട്സ് തന്നു പോവേണ്. ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം 4. ഒന്നാമത്തേത് വീരഗാഥാകാൽ അല്ലെങ്കിൽ അതിനെ എന്തോന്ന് വിളിക്കാം? ആദികാൽ. എപ്പോൾ തുടങ്ങി? 1050 മുതൽ 1375 വരെ. 1050 മുതൽ 1375 വരെ. അത് നമ്മൾ മനസ്സിലാക്കി എഴുതിയെടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാലഘട്ടം ഭക്തികാൽ. എപ്പോഴാണ് തുടങ്ങിയത്? 1375 മുതൽ എപ്പോൾ വരെ? 1700 വരെ. 1700 വരെ. 1700 വരെ. ഈ ഭക്തി കാലഘട്ടത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് നിർഗുണഭക്തി, ഒന്ന് നിർഗുണഭക്തി, 2 സഗുണഭക്തി. നിർഗുണഭക്തിയുണ്ട്, സഗുണഭക്തിയുണ്ട്. മനസ്സിലായ? അപ്പോൾ ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം 4. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയണം, സൂചിപ്പിക്കണം. അത് 4ആയിട്ടാണ് തിരിച്ചത്. ഒന്നാമത്തത് വീരഗാഥാകാൽ അല്ലെങ്കിൽ ആദികാൽ, 1050 മുതൽ 1375 വരെ. രണ്ടാമത്തെ കാലഘട്ടം പറയും ഭക്തികാൽ. ഭക്തികാലത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. ഏതൊക്കെയാണ്? നിർഗുണഭക്തിയും സഗുണഭക്തിയും. പഠിക്കാൻ പോകുന്ന പാഠഭാഗം കബീർദാസിൻ്റെ ദോഹേ. കബീർദാസിൻ്റെ ദോഹേ. അത് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഹിന്ദി സാഹിത്യത്തിലെ കാലവിഭാജനം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഇത്രയും പറയുന്നത്. അപ്പോൾ 2 കാലഘട്ടമായി. അടുത്ത് മൂന്നാമത്തെ ആരോയുടെ താഴെ രീതികാൽ. എന്തോന്ന് എഴുതും നിങ്ങൾ?
രീതികാൽ. രീതികാൽ രീതികാൽ എപ്പോഴായിരിക്കും അത് തുടങ്ങിയിട്ടുള്ളത്? 1700 മുതൽ 1900 വരെ. അപ്പോൾ 1700 മുതൽ എപ്പോൾ? 1700 മുതൽ 1900 വരെ മൂന്നാമത്തെ കാലഘട്ടം. അപ്പം മൂന്നാമത്തെ ആരോയുടെ താഴെ നമ്മൾ എഴുതി രീതികാൽ. രീതികാൽ അപ്പം തുടങ്ങി 1700 മുതൽ 1300 വരെ. ആ കാലഘട്ടത്തെ നമ്മൾ എന്തോന്ന് വിളിച്ചു? രീതികാൽ. ഏത് കാൽ? രീതികാൽ. ഒന്നുകൂടെ, മൂന്നാമത്തെ കാലഘട്ടം ആരോയുടെ താഴെ എന്തെഴുതി? രീതികാൽ. അതൊരു ചാർട്ടായിട്ട് തന്നെ വരയ്ക്കണം നിങ്ങൾ. രീതികാൽ. രീതികാലം എപ്പോൾ തുടങ്ങി? 1700 മുതൽ 1900 വരെ. ഒരിക്കൽ കൂടെ, ഹിന്ദി സാഹിത്യ കാ കാലവിഭാജൻ. അതാണ് നമ്മളെ ഹെഡിങ്. ഹിന്ദി സാഹിത്യ കാ കാലവിഭാജൻ എത്ര? 4 തരം. താഴെ 4 ആരോ ഇട്ടൊരു ചാർട്ട് പോലെ. ഒന്നാമത്തത് വീരഗാഥാകാൽ അല്ലെങ്കിൽ ആദികാൽ, 1050 മുതൽ 1375 വരെ. രണ്ടാമത്തത് ഭക്തികാൽ, 1375 മുതൽ 1700 വരെ. ഭക്തികാലത്തെ രണ്ടായിട്ട് തിരിച്ചു: നിർഗുണഭക്തി പ്ലസ് സഗുണഭക്തി. നിർഗുണഭക്തിയും സഗുണഭക്തിയും. ഇനി അതവിടെ അങ്ങനെ നിൽക്കട്ടെ. നിർഗുണഭക്തിയും സഗുണഭക്തിയും. മൂന്നാമത്തെ കാലഘട്ടം രീതികാൽ. മൂന്നാമത്തെ കാലഘട്ടം ഏത്? രീതികാൽ. രീതികാൽ എപ്പോൾ തുടങ്ങി? 1700 മുതൽ 1900 വരെ. മനസ്സിലായല്ലോ? അടുത്ത് പറയാൻ പോവേണ്. അടുത്ത കാലഘട്ടം എന്ന് പറയുന്നത് ആധുനിക കാൽ, മോഡേൺ പീരിയഡ്സ് എന്ന് പറയും നമ്മളതിന്. ഇപ്പോഴുള്ളതാണ് ആധുനിക കാൽ. 1900 മുതൽ അബ് തക്ക്. എന്താണ് അബ് തക്ക് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ വരെ, ഇന്ന് വരെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ ഉള്ളതിനെയാണ് എന്തോന്ന് വിളിക്കുന്നത്? ആധുനിക കാൽ. അതുകൊണ്ടാണ് അബ് തക്ക് എന്ന് പറയാൻ കാരണം. 1900 മുതൽ അബ് തക്ക്, ഇപ്പോൾ വരെ. അങ്ങനെ ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം നോക്കേൻ. 4 തരം. ഒന്നാമത്തത് ആദികാൽ അല്ലെങ്കിൽ വീരഗാഥാകാൽ, 1050 മുതൽ 1375 വരെ. രണ്ടാമത്തത് ഭക്തികാൽ, 1375 മുതൽ 1700 വരെ. മൂന്നാമത്തത് രീതികാൽ, 1700 മുതൽ 1900 വരെ. നാലാമത്തത് ആധുനിക കാൽ, 1900 മുതൽ അബ് തക്ക്. ഇതാണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം. ഇനി നമ്മൾ പതുക്കെ നമ്മൾ പഠിക്കുന്നത് ഭക്തികാലഘട്ടത്തിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഭക്തികാലഘട്ടം ഒന്നുകൂടെ നോക്കിയാൽ, ഭക്തികാലഘട്ടത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? 2ആയിട്ട് തിരിച്ചു. നിർഗുണഭക്തിയെന്നും സഗുണഭക്തിയെന്നും. നിർഗുണഭക്തിയെന്നും സഗുണഭക്തിയെന്നും. നിർഗുണഭക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം ഈശ്വരനൊന്നുമില്ല ഈ ലോകത്ത്, ദൈവമൊന്നുമില്ല ഈ ലോകത്ത്. യഥാർത്ഥ ദൈവമെന്ന് പറയുന്നത് അവനവൻ്റെ മനസ്സിനകത്തിരിക്കുന്ന പ്രകാശമാണ്. എന്തോന്ന്? ഈശ്വരൻ. വിഗ്രഹാരാധനയില്ല. അതാണ് നിർഗുണഭക്തി. ഈ നിർഗുണഭക്തിയെ കുറിച്ചോളണം. ഈ നിർഗുണഭക്തിയെ വീണ്ടും 2ആയിട്ട് തിരിച്ചു. ജ്ഞാനാശ്രയി എന്നും പ്രേമാശ്രയി എന്നും. ഇതൊന്ന് ജ്ഞാനാശ്രയി ശാഖ. ഇതൊന്ന് ജ്ഞാനാശ്രയി ശാഖ. നിർഗുണഭക്തിയാണ്. ജ്ഞാനാശ്രയി ശാഖ. രണ്ടാമത്തെ എന്തോന്ന്? പ്രേമാശ്രയി ശാഖ. മനസ്സിലായ? പ്രേമാശ്രയി ശാഖ. പ്രേമാശ്രയി ശാഖ 1900 മുതൽ അബ് തക്ക്, ഇപ്പം വരെ എന്നർത്ഥം. ഇപ്പം വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. 1900 മുതൽ അബ് തക്ക്, ഇപ്പോൾ വരെ. അതായത് നമ്മൾ 2001 വരെ അല്ലെങ്കിൽ 2020 വരെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ് ആധുനിക കാലഘട്ടം. സംശയം തീർന്ന?
ഒന്നുകൂടെ നോക്കിക്കൊള്ളാം. ഭക്തി കാലഘട്ടത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. ഭക്തി കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചു. പറഞ്ഞുതരാം, ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഹിന്ദി സാഹിത്യത്തെ എത്ര കാലവിഭാജനം? 4 കാലവിഭാജനം. ഒന്നാമത്തത് വീരഗാഥാകാൽ അല്ലെങ്കിൽ ആധുനികകാൽ. 1050 മുതൽ 1375 വരെ കുറിച്ചല്ലോ ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം. 4ആയിട്ട് തിരിച്ചു. ഒന്നാമത്തേത് വീരഗാഥാകാൽ അല്ലെങ്കിൽ ആദികാൽ. എപ്പോൾ തുടങ്ങി? 1050 മുതൽ 1375 വരെ. 1050 മുതൽ 1375 വരെ. രണ്ടാമത്തെ കാലഘട്ടം ഭക്തികാൽ. ഭക്തികാലം എപ്പോൾ തുടങ്ങി? 1375 മുതൽ 1700 വരെ. ഒരിക്കൽ കൂടെ ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനമെന്ന് നിങ്ങൾ ഹെഡിങ് എഴുതണം. താമസിച്ച് വന്നവരായിരിക്കും ഒൺസുമോർ എന്ന് പറയുന്നത്. ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം 4 ഹെഡിങ് എഴുതിയ ഹിന്ദി സാഹിത്യക്ക കാലവിഭാജൻ എഴുതിയ ഹിന്ദി സാഹിത്യക്ക കാലവിഭാജൻ. അതിന് വരയിട്ടിട്ട് താഴെ 4 ആരോ കൊടുക്കണം. താഴോട്ട് 4 ആരോ. അതിൽ ഒന്നാമത്തെ ആരോയുടെ താഴെ 4 ആരോ ഇട്ടതിൻ്റെ അർത്ഥം എന്തോന്നാണ്? ഹിന്ദി സാഹിത്യത്തെ കാലഘട്ടത്തെ നമ്മൾ 4ആയിട്ട് തിരിച്ചു. ആ കാലത്തെ നമ്മൾ 4ആയിട്ട് വിഭജിച്ചു. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് വീരഗാഥാകാൽ അല്ലെങ്കിൽ ആദികാൽ. അതെപ്പോൾ തുടങ്ങി? 1050 മുതൽ, ടു എന്നർത്ഥം, 1050 മുതൽ 1375 വരെ. രണ്ടാമത്തെ കാലഘട്ടം, രണ്ടാമത്തെ ആരോടെ അടിയിൽ വരേട് എഴുതിക്കോളേൻ, ഭക്തികാൽ. അപ്പം രണ്ടാമത്തേത് ഭക്തികാൽ. 1050 മുതലാണ് കാലഘട്ടത്തിൻ്റെ തുടക്കം. എവിടെയാണ് വീരഗാഥാകാൽ അവസാനിപ്പിച്ചത്? 1375. അത് തുടങ്ങണം. 1375 മുതൽ 1700 വരെ. ഏത് കാലഘട്ടം? ഭക്തി കാലഘട്ടം. ഭക്തി കാലഘട്ടം 1375 മുതൽ 1700 വരെ. ഈ കാലഘട്ടത്തെ, ഏത് കാലഘട്ടത്തെ? ഭക്തി കാലഘട്ടത്തെ 1375 മുതൽ 1700 വരെ തുടങ്ങിയ ഈ കാലഘട്ടത്തെ, ഭക്തി കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് നിർഗുണഭക്തി, 2 സഗുണഭക്തി. അത് വഴിയല്ലോ. ഒന്ന് നിർഗുണഭക്തി. ഏതിനെയാണ്? ഭക്തി കാലഘട്ടത്തെയാണ്, മാറിപ്പോകരുത്. ഭക്തി കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചു. നിർഗുണഭക്തി, സഗുണഭക്തി. ഇനി ഈ നിർഗുണഭക്തിയെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചു. ജ്ഞാനാശ്രയി ശാഖയെന്നും പ്രേമാശ്രയി ശാഖയെന്നും. എന്തോന്ന്? ജ്ഞാനാശ്രയി ശാഖയും പ്രേമാശ്രയി ശാഖയും. ജ്ഞാനാശ്രയി ശാഖ എന്ന് പറഞ്ഞാൽ അർത്ഥം ജ്ഞാനത്തിലൂടെ, അറിവിലൂടെ എല്ലാം നേടിയെടുക്കുക. ആ ജ്ഞാനത്തിലൂടെ കിട്ടുന്ന ഈശ്വരവിശ്വാസം, ആ ഈശ്വരവിശ്വാസത്തിലൂടെ മോക്ഷപ്രാപ്തി. അതാണ് ജ്ഞാനാശ്രയി ശാഖ. നിർഗുണ സാഹിത്യ ശാഖയെയാണ് നമ്മൾ രണ്ടായിട്ട് തിരിച്ചത്. ഭക്തി കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചു. നിർഗുണ ശാഖയെന്നും സഗുണ ശാഖയെന്നും. നിർഗുണ ശാഖയെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ജ്ഞാനാശ്രയി പ്ലസ് പ്രേമാശ്രയി. ജ്ഞാനാശ്രയി ശാഖയിലെ കവി കബീർദാസ്. എഴുതിക്കോളേൻ. അത് പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകത്തിൽ വരയിട്ടാലും മതി. ജ്ഞാനാശ്രയി ശാഖയിലെ കവി ആര്? കബീർദാസ്. പ്രേമാശ്രയി ശാഖയിലൊരു കവിയുണ്ട്, എഴുതിക്കൊള്ളാം. മാലിക് മുഹമ്മദ് ജായസി. മാലിക് മുഹമ്മദ് ജായസി എഴുതിയ. മാലിക് മുഹമ്മദ് ജായസി. മാലിക് മുഹമ്മദ് ജായസി. അപ്പോൾ ഭക്തി കാലഘട്ടത്തെ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട്. നിർഗുണവർ സഗുണ. നിർഗുണത്തെ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട്.
ജ്ഞാനാശ്രയി, പ്രേമാശ്രയി. ജ്ഞാനാശ്രയി ശാഖയിലെ കവിയാര്? കബീർദാസ്. പ്രേമാശ്രയി ശാഖയിലെ കവിയാര്? മാലിക് മുഹമ്മദ് ജായസീം. മാലിക് മുഹമ്മദ് ജായസീം. ഇനി സഗുണത്തെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചു. കൃഷ്ണാശ്രയി എന്നും രാമാശ്രയി എന്നും. സഗുണത്തെ എത്രയായിട്ട് തിരിച്ചു? നമുക്ക് പഠിക്കാനുണ്ട് പാഠം. കൃഷ്ണാശ്രയി എന്നും രാമാശ്രയി എന്നും. കൃഷ്ണാശ്രയ ശാഖ സൂർദാസ്. സൂർദാസ് +2 പഠിക്കാനുണ്ട്. രാമഭക്തി ശാഖ തുളസീദാസ്. തുളസീദാസ്. അപ്പോൾ ഭക്തി കാലഘട്ടത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട്. നിർഗുണ്, സഗുണ്. നിർഗുണത്തെ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട്. ജ്ഞാനാശ്രയി, പ്രേമാശ്രയി. സഗുണത്തെ എത്രയായിട്ട് തിരിച്ചു? വീണ്ടും രണ്ടായിട്ട്. കൃഷ്ണാശ്രയി, രാമാശ്രയി. കൃഷ്ണാശ്രയി ശാഖയിലെ കവി സൂർദാസ്. രാമാശ്രയി ശാഖയിലെ കവി തുളസീദാസ്. 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 ഇത്രയും അറിയാമല്ലോ. അടുത്ത് മൂന്നാമത്തെ കാലഘട്ടം രീതികാൽ. 1700 തുടങ്ങി 1900 അവസാനിച്ചു. രീതികാൽ. 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 അടുത്ത് നാലാമത്തെ കാലഘട്ടം ആധുനിക കാൽ. എപ്പോഴാണ് ആധുനിക കാലം തുടങ്ങിയത്? 1900 മുതൽ ഇപ്പോൾ വരെ അബ് തക്ക്. ഇതാണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം. മനസ്സിലായ? അപ്പോൾ ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനത്തെ എത്രയായിട്ട് തിരിച്ചു? 4ആയിട്ട് തിരിച്ചു. ഒന്നാമത്തത് ആദികാൽ അല്ലെങ്കിൽ വീരഗാഥാകാൽ. 1050 മുതൽ 1375 വരെയാണ് അതിൻ്റെ സമയസീമ. എന്താണ് സമയസീമ എന്ന് പറഞ്ഞാൽ? കാലഘട്ടം. ചാർട്ടായിട്ട് ഭംഗിയായിട്ട് വരച്ച് ബുക്കിൽ എഴുതിക്കൊള്ളാം, ഇപ്പം റഫായിട്ട് എഴുതണമെങ്കിലും. രണ്ടാമത്തത് ഭക്തികാൽ. 1375 മുതൽ 1700 വരെ ഭക്തികാൽ. ഈ ഭക്തി കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചു. നിർഗുണഭക്തി അവർ, സഗുണഭക്തി. നിർഗുണഭക്തിയെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചു. ജ്ഞാനാശ്രയി എന്നും പ്രേമാശ്രയി എന്നും. ജ്ഞാനാശ്രയി ശാഖയിലെ കവി കബീർദാസ്. പ്രേമാശ്രയി ശാഖയിലെ കവി മാലിക് മുഹമ്മദ് ജായസി. മാലിക് മുഹമ്മദ് ജായസി. നിർഗുണം ഒന്നുകൂടെ പറഞ്ഞുതരാം. നിർഗുണഭക്തി രണ്ടായിട്ടാണ് തിരിച്ചത്. നിർഗുണഭക്തി എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട് തിരിച്ചു. മനസ്സിലായ? ഒന്ന് ജ്ഞാനാശ്രയി. എന്തോന്ന്? ജ്ഞാനാശ്രയി. അറിവിലൂടെ ഭക്തി നേടുക. അറിവിലൂടെ ഭക്തി. ഭക്തി കിട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മുക്തി കിട്ടും, മോക്ഷപ്രാപ്തി ഉണ്ടാവും. അതാണ് ജ്ഞാനാശ്രയിയുടെ അർത്ഥം. ആ ജ്ഞാനാശ്രയി ശാഖയിലെ കവി കബീർദാസ്. കബീറിൻ്റെ ദോഹയാണ് നമ്മൾ പഠിക്കുന്നത്. കബീർദാസ്. കബീർദാസ്. ഒന്നുകൂടെ മനസ്സിലായ? രണ്ടും പറയാം. അടുത്ത് നിർഗുണത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ടല്ലേ? ഒന്ന് ജ്ഞാനാശ്രയി കബീർദാസ്. രണ്ടാമത്തത് പ്രേമാശ്രയി ശാഖ. സ്നേഹത്തിലൂടെ ഭക്തി. സ്നേഹത്തിലൂടെ ഭക്തി. ഭക്തി വന്നാൽ നമുക്ക് എന്തുണ്ടാവും? മുക്തി ഉണ്ടാകും, മോക്ഷപ്രാപ്തി ഉണ്ടാവും. ആ പ്രേമാശ്രയി ശാഖയിലെ കവി മാലിക് മുഹമ്മദ് ജായസി. മാലിക് മുഹമ്മദ് ജായസി. മാലിക് മുഹമ്മദ് ജായസി. മനസ്സിലായ? ഇനി പറയണ്ടല്ലോ. അപ്പം നിർഗുണത്തെ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട്. ഒന്ന് ജ്ഞാനാശ്രയി, രണ്ട് പ്രേമാശ്രയി. നിർഗുണ ശാഖ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട്. നിർഗുണത്തെ രണ്ടായിട്ട്. ജ്ഞാനാശ്രയി, പ്രേമാശ്രയി. ഹിന്ദി സാഹിത്യത്തിൻ്റെ കാലവിഭാജനം. ഭക്തി കാലഘട്ടം. ഭക്തി കാലഘട്ടത്തെ രണ്ടായിട്ട് തിരിച്ചു. നിർഗുണവർ, സഗുണ്. നിർഗുണത്തെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചു. ജ്ഞാനാശ്രയി, പ്രേമാശ്രയി. ജ്ഞാനാശ്രയി ശാഖയിലെ കവി കബീർദാസ്. പ്രേമാശ്രയി ശാഖയിലെ കവി മാലിക് മുഹമ്മദ് ജായസി.
സഗുണത്തെ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട്. കൃഷ്ണാശ്രയി സൂർദാസ്, രാമാശ്രയി തുളസീദാസ്. കൃഷ്ണശാഖയെന്നും രാമഭക്തി ശാഖയെന്നും. കൃഷ്ണഭക്തി ശാഖയിൽ സൂർദാസും രാമഭക്തി ശാഖയിൽ തുളസീദാസും. മനസ്സിലായ? ഇനി പഠിക്കുന്നത് ആധുനികകാൽ. എപ്പോഴാണ് തുടങ്ങിയത്? 1900 മുതൽ अब तक, ഇപ്പം വരെ. ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ആദ്യം മുതൽ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ. ഹിന്ദി സാഹിത്യക്ക കാലവിഭാജൻ എഴുതിയോ? ഹെഡിങ്. അതിന് നമ്മൾ എത്രയായിട്ട് തിരിച്ചു? 4 തിരിച്ചു. 1 വീരഗാഥാകാൽ അല്ലെങ്കിൽ ആദികാൽ. വീരഗാഥാകാൽ അല്ലെങ്കിൽ ആദികാൽ. എപ്പോൾ തുടങ്ങി? 1050 മുതൽ 1050 മുതൽ എപ്പോൾ വരെ? 1375 വരെ. രണ്ടാമത്തത് ഭക്തികാൽ 1375 മുതൽ 1700 വരെ. ഈ ഭക്തി കാലഘട്ടത്തെ 2 തിരിച്ചു. നിർഗുണവർ സഗുണ്. നിർഗുണത്തെ 2 തിരിച്ചു. ജ്ഞാനാശ്രയി പ്ലസ് പ്രേമാശ്രയി. ജ്ഞാനാശ്രയി ശാഖയിലെ കവി കബീർദാസ്, പ്രേമാശ്രയി ശാഖയിലെ കവി മാലി മുഹമ്മദ് ജായസി. മൂന്നാമത്തത് രീതികാൽ 1700 മുതൽ 1900 വരെ. നാലാമത്തത് ആധുനികകാൽ 1900 മുതൽ അബ്ബത്തക്ക്. മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. 1700 മുതൽ 1900 വരെയാണ് രീതികാൽ. അത് രീതികാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഹിന്ദി സാഹിത്യക്ക കാലവിഭാജനായി. എല്ലാവരും 34ാമത്തെ പേജെടുത്ത ഈ ഭക്തി കാലഘട്ടത്തിന് മറ്റൊരു പേരൂടെ ഉണ്ട്. ഹിന്ദി സാഹിത്യത്തിലെ സുവർണ കാലഘട്ടം. അപ്പോൾ ഹിന്ദി സാഹിത്യത്തിലെ സുവർണ കാലഘട്ടം ഏത്? ഭക്തികാൽ. ഹിന്ദി സാഹിത്യത്തിലെ സുവർണ കാലഘട്ടം. എവിടെയെങ്കിലും ഹിന്ദിയുമായി ബന്ധപ്പെട്ട മത്സരത്തിന് പോയാൽ നമുക്ക് അങ്ങോട്ട് ചോദ്യം ചോദിക്കാം, ഹിന്ദി സാഹിത്യത്തിലെ സുവർണ കാലഘട്ടം ഏത്? ടാലൻറ്റ് പഠിച്ച കുട്ടികളെ പറയുള്ളൂ. ഹിന്ദി സാഹിത്യത്തിലെ സുവർണ കാലഘട്ടം ഈസ് ഈക്വൽ ടു ഭക്തികാൽ. എപ്പോൾ തുടങ്ങി? 1375 മുതൽ 1700 വരെ. ഇനി നമുക്ക് നോക്കാം. അതിൽ ഒരു ബയോഡേറ്റ വരും. ആ ബയോഡേറ്റയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. കബീർദാസ് ജനനം 1398 ഇസ്വീം. കാശിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. കബീർദാസ് ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചു. ഹിന്ദി സാഹിത്യത്തിലെ സുവർണ കാലഘട്ടമായ ഭക്തി കാലഘട്ടത്തെ നിർഗുണ സാഹിത്യ ശാഖയിലെ ജ്ഞാനാശ്രയി ശാഖയിലെ അഗ്രണിയായ കവിയാണ് കബീർദാസ് എന്ന് പറയപ്പെടുന്നത്. ആ കബീർദാസിൻ്റെ ദോഹയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ദോഹ എന്നുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ കബീർദാസിൻ്റെ ജന്മ ബയോഡേറ്റ. എന്താണ് ബയോഡേറ്റ എന്ന് പറഞ്ഞാൽ? ജീവൻ വൃത്ത്. പഴയ പിള്ളേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുതിയതായിട്ട് വന്നവർ എഴുതിക്കൊള്ളാം. ട്രാൻസ്ലേഷൻ ചോദിക്കും. ഹിന്ദി വാക്ക് തരും, അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ. ഇംഗ്ലീഷ് വാക്ക് തരും, ഹിന്ദിയിലേക്ക് മാറ്റാൻ. ചേരുംപടി ചേർക്കാൻ വേണ്ടിയും ചിലപ്പോൾ തരും. 10 മാർക്കാണ്. അപ്പോൾ ബയോഡാറ്റ ഹിന്ദിയിൽ എന്തെഴുതും? ജീവൻ വൃത്ത്. നമ്മളെ പരീക്ഷയ്ക്ക് കബീർദാസിനെ കുറിച്ച് 1-2 പോയിൻ്റ് തന്നിട്ട് കബീർദാസിൻ്റെ ബയോഡാറ്റ ചോദിക്കും. അതുപോലെ ജയശങ്കർ പ്രസാദിൻ്റെ അതുപോലെ നമ്മൾ പഠിച്ച പാഠഭാഗത്തിലെ ഏതെങ്കിലും ലേഖകന്മാർ, ചിത്ര മുതുകലിൻ്റെ ഏതെങ്കിലുമൊക്കെ ചോദിച്ചാൽ പോയിൻ്റ് മാത്രമേ തരുള്ളൂ. അപ്പോൾ നമ്മളൊരു ബയോഡേറ്റ തയ്യാറാക്കണം, ഒരു ജീവൻ വൃത്ത തയ്യാറാക്കണം. ആ ജീവൻ വൃത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിന്ദി സാഹിത്യത്തിലെ കാലവിഭാജനത്തിലെ 2ാമത്തെ കാലഘട്ടമായ ഭക്തി കാലഘട്ടത്തിലെ നിർഗുണ സാഹിത്യ ശാഖയിലെ ജ്ഞാനാശ്രയി ശാഖയിലെ അഗ്രണീയ കവിയായ കബീർദാസ് ജനിച്ചത് 1398. ഹിന്ദിയിൽ എഴുതിക്കൊള്ളണം. തേരക സൗ
അഠാനബ്ബേ തേരഹ് സൗ അഠാനബ്ബേ തേരഹ് സൗ അഠാനബ്ബേ. അവിടെ ഈ എന്നിട്ടിട്ടുണ്ട്. എന്താണ് ഈ എന്നിട്ടാൽ? ഈസായി വർഷം. എന്താണ് ഈസായി വർഷം എന്ന് പറഞ്ഞാൽ? ക്രിസ്തു വർഷം. അപ്പോൾ കബീർദാസ് ജനിച്ചത് എപ്പോൾ? 1398. എവിടെ? കാശിയിൽ. ഹിന്ദുക്കളുടെ പുണ്യ നഗരമായ കാശിയിലായിരുന്നു ആരുടെ ജനനം? കബീർദാസിൻ്റെ ജനനം. എപ്പോൾ? 1398. മൃത്യു 15 സൗ അഠാരഹ്. മരിച്ചതപ്പോൾ 1518. ഹിന്ദിയിൽ എങ്ങനെ എഴുതും? 15 സൗ അഠാരഹ്. 15 സൗ അഠാരഹ്. 15 സൗ അഠാരഹ്. ജനിച്ചത് 1398 കാശിയിൽ. അതിനും കഥയുണ്ട്, പറഞ്ഞ് പഠിപ്പിക്കാം. എന്തുകൊണ്ട് അദ്ദേഹം കാശിയിൽ? അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥാൻ, കബീർദാസ് കാ ജന്മസ്ഥാൻ കാശി. എപ്പോൾ? 1398. ഒരു പാരഗ്രാഫായിട്ട് എഴുതണം. ഹിന്ദി സാഹിത്യക്കെ നിർഗുണ ഭക്തി के ज्ञानाश्रयी शाखा के अग्रणी कवि कबीरदास का जन्म 13 सौ 98 ईस्वी में കാശി में हुआ. ഇതാണ് ബയോഡാറ്റ എഴുതേണ്ടത്. ഈ ജീവൻ വൃത്ത തയ്യാറാക്കേണ്ടത് അങ്ങനെയാണ്. നോട്ടായിട്ട് തരും ഞാൻ. ഇനി മൃത്യു എപ്പോഴാണ് മൃത്യു? 1518. എപ്പോൾ? 1518. 15 സൗ അഠാരഹ്. എവിടെ? മഗ്ഹർ. സ്ഥലത്തിൻ്റെ പേരെന്തോന്ന്? മഗ്ഹർ. കാശിക്ക് അടുത്തുള്ള മറ്റൊരു പ്രദേശമാണ് മഗ്ഹർ. അന്നത്തെ യാഥാസ്ഥിതികരായ ഹിന്ദു സന്യാസിമാർ വിശ്വസിച്ചു വച്ചിരുന്നു, കാശിയിൽ ചെന്ന് മരിച്ചാൽ മോക്ഷപ്രാപ്തിയും. എന്തോന്ന്? കാശിയിൽ ചെന്ന് മരിച്ചാൽ മോക്ഷപ്രാപ്തിയിലും മഗ്ഹറിൽ ചെന്ന് മരിച്ചാൽ നരകവും കിട്ടുമെന്നാണ്. കാശിയിൽ മരിച്ചാൽ സ്വർഗരാജ്യം. കാശി അതുകൊണ്ട് സന്യാസിമാർ കൂട്ടമായിട്ട് അവർക്കറിയാം ഞങ്ങൾ എന്ന് മരിക്കുമെന്ന്. കൂട്ടമായിട്ട് അവർ കാശിയിലേക്ക് യാത്ര തിരിക്കും. എന്തുകൊണ്ട്? കാശിയിൽ ചെന്ന് മരിക്കുകയാണെങ്കിൽ സ്വർഗപ്രാപ്തി, മഗ്ഹറിൽ മരിച്ചാൽ നരകം. കബീർദാസ് ഹൈന്ദവ സന്യാസികളെ അതിനിശിതമായി വിമർശിക്കുന്ന ഒരു നിർഗുണ സാഹിത്യ ശാഖയിലെ കവിയാണ്. അതുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് മഗ്ഹറിൽ പോയി മരിക്കാൻ. മഗ്ഹറിൽ ചെന്ന് മരിച്ചാൽ എന്താണ് കിട്ടുന്നത്? നരകം. മഗ്ഹറിൽ ചെന്ന് മരിച്ചാൽ നരകമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് കബീർദാസിന് എവിടെ മതി? നരകം മതി, സ്വർഗം വേണ്ട. അതാണ് കബീർദാസിൻ്റെ കാഴ്ചപ്പാട്. മഗ്ഹറിൽ. അപ്പോൾ കാശിയുടെയും മഗ്ഹറിൻ്റെയും പ്രത്യേകത മനസ്സിലായല്ലോ. 1518 അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചന ബീജക് എന്നാണ് അതറിയപ്പെടുന്നത്. പ്രമുഖ രചന ഏത്? ബീജക്. അതിനെ 3 തിരിച്ചിട്ടുണ്ട്. 1 സാഖി, അത് നോട്ടിൽ കുറിക്കേണ്ട, പുസ്തകത്തിൽ ടിക്ക് ചെയ്തോളാം. 2 സബദ്. 3 രമൈനി. എന്തോന്ന്? രമൈനി. ഒന്നാമത്തേതേത്? ബീജക് കൃതി. അതിന് എത്ര തിരിച്ചു? എത്ര പാർട്ട്? സാക്കി, സബദ്, രമൈനി. അടുത്ത അദ്ദേഹത്തിൻ്റെ വിശേഷതായും വോയിസ് ക്ലിയർ അല്ല. വിശേഷതായും അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏത് വ്യക്തിക്കും തനതായ ചില സവിശേഷതകളുണ്ട്, പ്രത്യേകതകളുണ്ട്. കബീർദാസിൻ്റെ വിശേഷത ഭക്തികാലിക്ക് നിർഗുണ ജ്ഞാനാശ്രയി കവി. ഞാൻ പറഞ്ഞതിപ്പോൾ മനസ്സിലായ? ഭക്തി കാലഘട്ടത്തിലെ ജ്ഞാനാശ്രയി, ഭക്തി കാലഘട്ടത്തിലെ നിർഗുണ ശാഖയിലെ ജ്ഞാനാശ്രയിയായ കവി. ഭക്തി കാലഘട്ടത്തെ നമ്മൾ എത്ര തിരിച്ചു? എഴുതിയ ചാർട്ട് നോക്കിക്കോളിൻ നോട്ട്ബുക്കിലേക്ക്. നിർഗുണവർ സഗുണ്. നിർഗുണത്തെ എത്ര തിരിച്ചു? 2 തിരിച്ചു. ജ്ഞാനാശ്രയി, പ്രേമാശ്രയി. ആ നിർഗുണ ശാഖയിലെ കബീർദാസ്
നിർഗുണ ശാഖയിലെ ജ്ഞാനാശ്രയി കവി. കണ്ട, അപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ. ഭക്തികാലിക്ക് നിർഗുണ ജ്ഞാനാശ്രയി കവി അദ്ദേഹത്തിൻ്റെ സവിശേഷതകളാണ്. 2 ഏകേശ്വരവാദി കവി. 33 കോടി ദൈവങ്ങളില്ല. ഹിന്ദു സന്യാസിമാരുടെ വിശ്വാസത്തിൽ നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ടെന്നാണ് സങ്കല്പം. പക്ഷേ കബീർദാസ് ഏകേശ്വരവാദിയാണ്. ഏക ദൈവം, ഒറ്റ ദൈവം. ആ ദൈവം എങ്ങനെയാണ് ഇരിക്കുന്നത്? അവനവൻ്റെ ചുരുട്ടിയ മുഷ്ടിയുടെ അത്ര വലിപ്പമുള്ള ഹൃദയത്തിനകത്ത് പ്രകാശത്തിൻ്റെ രൂപത്തിലാണ് ദൈവം ഇരിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ ഹൃദയത്തിലാണ് ദൈവം. അല്ലാതെ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും പള്ളികളിലും കോവിലിലും കൊട്ടാരത്തിലൊന്നും പോയാൽ ദൈവത്തെ കിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മളൊരു വിശേഷത കൊടുത്തത്, ഏകേശ്വരവാദി കവി. ആരാണ് അദ്ദേഹം? ഏകേശ്വരവാദി കവി. 3 മാനവതാ കെ പ്രവർത്തക്. അദ്ദേഹം മനുഷ്യത്വത്തെ സ്നേഹിച്ചു. മാനവത, അദ്ദേഹം മനുഷ്യത്വമാണ് അദ്ദേഹത്തിൻ്റെ കൈമുതൽ. മാനവതാ കെ പ്രവർത്തക്. തീർന്നില്ല, അടുത്ത പോയിൻ്റ്, സന്ത് ഏവം സമാജ സുധാരക്. അദ്ദേഹം ഒരു സന്താണ്. സന്തെന്ന് പറഞ്ഞ അർത്ഥം സെയിൻറ്റ്, സന്യാസി. അതും കുറിച്ച് വെച്ചോളാം. സന്ത്, സന്യാസി, സെയിൻറ്റ്. അടുത്ത ജുലൂസ് എന്ന് പറയുന്ന പാഠഭാഗം പഠിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കും. സന്ത് ഒരു സെയിൻ്റാണ്, സന്യാസിയാണ്. അതിലുപരി സമാജ സുധാരകാണ് അദ്ദേഹം. എന്താണ് സമാജ സുധാരക്? സാമൂഹിക പരിഷ്കർത്താവ്. സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സാമൂഹിക പരിഷ്കർത്താവ്. അതും നമ്മൾ പഠിക്കും. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചന ഞാൻ പറഞ്ഞു, ബീജക് എന്നാണ് അദ്ദേഹത്തിൻ്റെ രചന അറിയപ്പെടുന്നത്. ഈ ബീജകിനെ 3ആയിട്ട് തിരിച്ചു. സാക്കി, സബദ്, രമൈനി. ഏതൊക്കെ? സാക്കി, സബദ്, രമൈനി. മനസ്സിലായില്ലേ? സാക്കി, സബദ്, രമൈനി. സാക്കി, സബദ്, രമൈനി. ആ പുസ്തകത്തിൽ നോക്ക്, പേജ് നമ്പർ 34 കിടപ്പുണ്ട്. സാക്കി, സബദ്, രമൈനി. ഇനി അദ്ദേഹത്തിൻ്റെ സവിശേഷത, സന്ത് ഏവം സമാജ സുധാരക്. അദ്ദേഹം ഒരു സന്താണ്. ജുലൂസ് എന്ന് പറയുന്ന പാഠഭാഗത്തിലുണ്ട്. സന്ത് ഏവം സമാജ സുധാരക്. അതുകൊണ്ട് സമാജ സുധാരക്, സാമൂഹിക പരിഷ്കർത്താവ്. എന്തോന്ന്? സാമൂഹിക പരിഷ്കർത്താവ്. സമൂഹത്തിലുണ്ടായിരുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അധർമ്മങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ താൻ തൻ്റെ തൂലിക ഉപയോഗിച്ചു. അതാണ് സമാജ സുധാരക്. അന്ധവിശ്വാസം ഏതാണെന്ന് നമ്മൾ പഠിച്ചു. കാശിയിൽ മരിച്ചാൽ സ്വർഗപ്രാപ്തി, മഗഹറിൽ മരിച്ചാൽ നരകം. ഇതിനെതിരെ അദ്ദേഹം പടപൊരുതി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മഗഹറിൽ ചെന്ന് മരിച്ചു. അദ്ദേഹത്തിന് എന്ത് മതി? നരകം മതി. അദ്ദേഹത്തിന് സ്വർഗം വേണ്ട. സ്വർഗവും നരകവും കിട്ടുന്നത് നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അതിൻ്റെ ഫലം അവനവനെ അനുഭവിച്ചു മാറുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ള വിശ്വാസത്തിൽ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് സന്ധിയേവം സമാജ സുധാരക്. ഇനി ക്രാന്തികാരി ഭക്തകവി. അന്ന് അദ്ദേഹം ഒരു ക്രാന്തികാരിയായ ഭക്തകവിയായിരുന്നു. വിപ്ലവകാരിയാണ് അദ്ദേഹം. വിപ്ലവകാരിയായ ഭക്തകവി. ഏക ദൈവമേ ഉള്ളൂ, ക്ഷേത്രത്തിൽ പോകരുത്, പള്ളിയിൽ പോകരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അന്നത്തെ യാഥാസ്ഥിതികരായ ഹിന്ദുക്കളും അന്നത്തെ യാഥാസ്ഥിതികരായ മുസ്ലിങ്ങളും കബീർദാസിനെതിരെ ശബ്ദമുയർത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്രാന്തികാരിയായ കവി എന്ന് വിളിക്കാൻ പറയുന്നത്. ക്രാന്തികാരിയായ ഭക്തകവി. അടുത്ത അദ്ദേഹത്തിൻ്റെ വിശേഷത, സച്ചായി കോ സബ്സെ ശ്രേഷ്ഠ ഹത്തിയാർ മാനനെ വാല. സച്ചായി കോ, സച്ചായി സത്യം, സത്യമേ അദ്ദേഹം പറയുള്ളൂ. സത്യത്തെ ശ്രേഷ്ഠത അദ്ദേഹം കൽപ്പിച്ചു. സത്യത്തിനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുത്തത്. അതുകൊണ്ട് ആർഷഭാരത സംസ്കാരത്തിൻ്റെ ആദ്യത്തെ പോയിൻ്റ് അദ്ദേഹം സ്വന്തമാക്കി. സത്യമേവ ജയതേ, സത്യമേ ജയിക്കൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടാണ് ആരും പഠിച്ചത്? മഹാത്മാഗാന്ധിയും. സത്യമേവ ജയതേ, സത്യമേവ ജയതേ.
सच्चाई को सबसे ശ്രേഷ്ഠ ഹത്തിയാർ മാനने वाला സച്ചായിയെ സത്യത്തെ ശ്രേഷ്ഠമായ ആയുധമെന്ന് കണക്കാക്കി. ശ്രേഷ്ഠ ഹത്തിയാർ, ഹത്തിയാർ ആയുധമെന്ന് കണക്കാക്കി. അടുത്ത് അദ്ദേഹത്തിൻ്റെ ദേൻ, അദ്ദേഹം സമൂഹത്തിന് ചില ദേൻ തന്നു. ദേൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഗിഫ്റ്റ്. ദേൻ ഗിഫ്റ്റ്. അദ്ദേഹം ചില സംഭാവന നമുക്ക് തന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന? ഒന്ന്, ജാതി പാന്തി, ജാതി വ്യവസ്ഥ. ജാതി വ്യവസ്ഥ ഹിന്ദുവെന്നും മുസ്ലിമെന്നും സിഖെന്നും ഈസായി എന്നും ക്രിസ്ത്യാനിയെന്നും ഒക്കെ തിരിച്ച ഒരു ഭേദഭാവം ഉണ്ടായിരുന്നു. ജാതി പാന്തി, ഊഞ്ച നീച്ച്, ഉയർന്നവരെന്നും താഴ്ന്നവരെന്നുള്ള വിചാരം, ഊഞ്ച നീച്ച്, ഉന്നത കുലജാതരെന്നും അധസ്ഥിതരെന്നുള്ള ചിന്താഗതി, ഊഞ്ച നീച്ച്. തഥാ സാമാജിക രൂട്ടിയോങ്ക വിരോധ്, സാമൂഹികമായ അന്ധവിശ്വാസങ്ങൾ. അന്ധവിശ്വാസങ്ങൾ അറിയാം നമുക്ക്. എന്തൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. മഗഹറിൽ ജനിച്ചാൽ നരകപ്രാപ്തി, കാശിയിൽ ജനിച്ചാൽ സ്വർഗപ്രാപ്തി, തലമുണ്ടനം ചെയ്താൽ ദൈവത്തെ കാണാം, തലമുണ്ടനം ചെയ്താൽ ദൈവത്തെ കാണാം. ഇങ്ങനെയൊക്കെയുള്ള അന്നത്തെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹം പടപൊരുതി. ധാർമ്മിക ഭേദഭാവുക്കോ ദൂർ കർണേക്കാ ആഹ്വാൻ. എല്ലാ തരത്തിലും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ എന്ത് ചെയ്യാൻ? ഹത്യാർ എന്ന് പറഞ്ഞാൽ അർത്ഥം ആയുധം. ഹത്യാർ ആയുധം, വെപ്പൺസ് ആയുധം. അദ്ദേഹം പടവാളാക്കി. അതിനെ അദ്ദേഹം പടവാളാക്കി. ബീജക്, അതാണ് എല്ലാം കൂടെ ചേർന്നാണ് ബീജക് എന്ന് പറയുന്നത്. സാക്കി സബതി രമണി, ഈ 3 ഭാഗങ്ങളും കൂടെ ചേർന്ന് ഒറ്റ ഭാഗം, ഒറ്റ പുസ്തകം. ആ പുസ്തകമാണ് അറിയപ്പെടുന്നത് ബീജക്. ഈ ബീജകിനെ 3ആയിട്ട് തിരിച്ചു. സാക്കി സബത് രമൈനി. മനസ്സിലായ? ഇനി ജാതി പാന്തി, ഊഞ്ച നീച്ച തഥാ സാമാജിക രൂട്ടിയോങ്കോ വിരോധകർക്ക് ധാർമ്മിക ഭേദഭാവുക്കോ, മതപരമായ ഭേദഭാവ്, അഭിപ്രായ വ്യത്യാസത്തെ ദൂരീകരിച്ചു അദ്ദേഹം. യാതൊരു മതചിന്തയുമില്ല. അദ്ദേഹം മതേതരത്വത്തിൻ്റെ പ്രതീകമായിരുന്നു. ഇത്രയാണ് കബീർദാസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. കവിത അടുത്ത ക്ലാസ്സിൽ സമയമായി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.